ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു കാലത്ത് ചോര പുരണ്ട ഒരു പാതയുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ മുതൽ ആന്ധ്രാപ്രദേശ് വരെ നീണ്ടുകിടക്കുന്ന കൊടുങ്കാടുകളും മലനിരകളും നിറഞ്ഞ ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് റെഡ് കോറിഡോർ എന്നായിരുന്നു. ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വികസനത്തിന്റെ ഓരോ തരിയും തടഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് നിരപരാധികളെയും ജവാന്മാരെയും കൊന്നൊടുക്കിയ ആ ചുവന്ന ഭീകരതയുടെ കഥയാണിത്. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നക്സലിസം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയാണെന്ന് ഔദ്യോഗികമായി തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ഈ ഭീഷണിയോടുള്ള ഭരണകൂടത്തിന്റെ പ്രതികരണം പലപ്പോഴും ചിതറിക്കിടക്കുന്നതായിരുന്നു. കൃത്യമായ ഏകോപനമില്ലായ്മയും നയപരമായ അവ്യക്തതയും നക്സലൈറ്റുകൾക്ക് തഴച്ചു വളരാനായി അവസരമൊരുക്കി. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ ആ ഭീഷണി എവിടെയാണ്? 126 ജില്ലകളിൽ വ്യാപിച്ചിരുന്ന നക്സലിസം ഇന്ന് വെറും 2 ജില്ലകളിലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത്? ഇതൊരു അത്ഭുതമായി കാണരുത്, മറിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ കൃത്യമായ മാസ്റ്റർ പ്ലാനിന്റെ വിജയമാണ്. നക്സലിസത്തിന്റെ വേരുകൾ തിരഞ്ഞ് നമ്മൾ പോകേണ്ടത് 1967 പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഭൂപ്രഭുക്കന്മാരുടെ ചൂഷണത്തിനെതിരെ കർഷകർ നടത്തിയ ഒരു പ്രാദേശിക പ്രതിഷേധം ചാരു മജുംദാറിനെ പോലെയുള്ള നേതാക്കളുടെ കീഴിൽ ഒരു സായുധ വിപ്ലവമായി പരിണമിച്ചു. മാവോ സേതൂങ്ങിന്റെ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ വിശ്വസിച്ചത് അധികാരം തോക്കിൻ കുഴലിലൂടെ ലഭിക്കുമെന്നായിരുന്നു. തുടക്കത്തിൽ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഈ സമരം പിന്നീട് ജനാധിപത്യത്തെ തകർക്കാനുള്ള നീക്കമായി മാറി. 2004 വിവിധ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് CPI രൂപീകരിച്ചതോടെ ആക്രമണങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലെത്തി. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഭയത്തിന്റെ നിഴലിലായി. അവർ കണ്ടത് സ്കൂളുകൾ തകരുന്നത്, റോഡുകൾ തടയപ്പെടുന്നത്, പാലങ്ങൾ ബോംബ് വെച്ച് തകർക്കുന്നതൊക്കെയാണ്. കാരണം വികസനം വന്നാൽ തങ്ങളുടെ വിനാശകരമായ പ്രത്യയശാസ്ത്രത്തിന് പ്രസക്തി നഷ്ടപ്പെടുമെന്ന് ഈ ഭീകരർ ഭയപ്പെട്ടിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നക്സലിസം അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കാട്ടി. അന്നത്തെ ഭരണകൂട നക്സലിസത്തെ ഒരു വലിയ ഭീഷണിയായി കണ്ടുവെങ്കിലും അതിനെ നേരിടാനുള്ള നയങ്ങളിൽ പലപ്പോഴും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏകോപനമില്ലായ്മ. സംസ്ഥാന സർക്കാരുകൾ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കണ്ടപ്പോ കേന്ദ്രത്തിന് പരിമിതമായ ഇടപെടലുകൾ മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ. നക്സലൈറ്റുകൾ ഒരു സംസ്ഥാനത്ത് ആക്രമണം നടത്തി തൊട്ടടുത്ത സംസ്ഥാനത്തെ കാടുകളിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് പതിവായിരുന്നു. ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ എന്ന സംവിധാനം അത് കടലാസിലൊതുങ്ങി. പിന്നീട് സുരക്ഷാ സേനയെ അയക്കുന്നതിലുപരിയായി ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ചകളാണ് സംഭവിച്ചത്. നക്സലിസത്തെ നിസ്സഹായരായ മനുഷ്യരുടെ പോരാട്ടമായി കണ്ടുകൊണ്ട് നഗരങ്ങളിൽ ഇരുന്നിരുന്ന ഭൗതിക നക്സലൈറ്റുകളെ പ്രചാരണങ്ങളെ നേരിടാനായി അന്നത്തെ ഭരണകൂടത്തിന് കൃത്യമായ മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ നക്സലിസത്തോടുള്ള സമീപനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് വന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർക്കശമായ നിലപാടുകളും നേരിട്ടുള്ള മേൽനോട്ടവുമാണ് ഈ പോരാട്ടത്തിന് പുതിയ കരുത്ത് പകർന്നത്. ഇനി ചർച്ചകളില്ല, നടപടികൾ മാത്രം എന്നതായിരുന്നു ഗവൺമെന്റിന്റെ മുദ്രാവാക്യം. ഇതിനെ പ്രധാനമായിട്ടും 4 തൂണുകളായി നമുക്ക് തിരിക്കാം. നക്സലിസത്തെ വേരോടെ പിഴുതെറിയാൻ ആഭ്യന്തര മന്ത്രാലയം കൊണ്ടുവന്ന പദ്ധതിയാണ് സമാധാൻ. S4 സ്മാർട്ട് ലീഡർഷിപ്പ്, ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നേതൃത്വം. അഗ്രസീവ് സ്ട്രാറ്റജി, പ്രതിരോധിക്കുന്നതിന് പകരം ആക്രമിച്ച് കീഴടക്കുക. മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ്, സുരക്ഷാ സേനയ്ക്ക് അത്യാധുനിക പരിശീലനം. ആക്ഷനബിൾ ഇന്റലിജൻസ്, കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ. ഡാഷ്ബോർഡ് ബേസ്ഡ് KPIs, ഓരോ ആഴ്ചയും പുരോഗമനമായി വിലയിരുത്തൽ. ഹാർനസിംഗ് ടെക്നോളജി, ഡ്രോണുകൾ, ഉപഗ്രഹ ചിത്രങ്ങൾ എന്നിവയുടെ ഉപയോഗം. ആക്ഷൻ പ്ലാൻ ഫോർ ഈച്ച് തിയേറ്റർ, ഓരോ മേഖലയിലും പ്രത്യേക പദ്ധതി. നോ ആക്സസ് ഫോർ ഫിനാൻസിംഗ്, സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തടയൽ. നക്സലേറ്റുകളുടെ കമാൻഡ് ഘടനയെ തകർക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ ഏജൻസികൾ നക്സൽ തലവന്മാരെ നിഴൽ പോലെയാണ് പിന്തുടർന്നത്. 2014 മുതൽ ഇതുവരെ 40-ലധികം ഉന്നത നേതാക്കളെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്തു. 2025 മാത്രം 16 സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെയാണ് നിഷ്ക്രിയമാക്കിയത്. നേതൃത്വം ഇല്ലാതായതോടെ താഴെത്തട്ടിലുള്ള അണികൾ ആശയക്കുഴപ്പത്തിലായി. നക്സലേറ്റുകളുടെ സുരക്ഷിത താവളങ്ങളായിരുന്ന കാടുകൾക്കുള്ളിലേക്ക് ഭരണകൂടം നേരിട്ട് കടന്നു ചെന്നു. ഇതിനായി ചെയ്ത കാര്യങ്ങൾ അസാധാരണമായിരുന്നു. ഫോർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനുകൾ. 2014 മുമ്പ് ഇത്തരം മേഖലകളിൽ വെറും 66 സ്റ്റേഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ 594 അത്യാധുനിക പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചു. ഇവ വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് അത്യാധുനിക ആയുധങ്ങളും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളുമുള്ള സുരക്ഷാ കോട്ടകളാണ്. പിന്നെ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 406 പുതിയ സുരക്ഷാ ക്യാമ്പുകളാണ് കൊടുങ്കാടിനുള്ളിൽ ഇവർ സ്ഥാപിച്ചത്. നക്സലേറ്റുകളുടെ ഒളിത്താവളങ്ങൾക്ക് തൊട്ടടുത്ത് സൈന്യം എത്തിയതോടെ അവർക്ക് സ്വതന്ത്രമായി നീങ്ങാൻ കഴിയാതെയായി.
പിന്നെ ഛത്തീസ്ഗഡിലെ പ്രാദേശിക ഗോത്രവർഗ യുവാക്കളെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ബറ്റാലിയനാണ് രൂപീകരിച്ചത്. കാടിന്റെ ഭൂപ്രകൃതി അറിയാവുന്ന ഇവർ സുരക്ഷാ സേനകളുടെ ഭാഗമായതോടെ നക്സലൈറ്റുകളുടെ ഗറില്ല യുദ്ധമുറകളൊക്കെ ഫലിക്കാതെയായി. കാടിനുള്ളിൽ 68 നൈറ്റ് ലാൻഡിംഗ് ഹെലിപ്പാഡുകളാണ് നിർമ്മിച്ചത്. ഇത് രാത്രികാലങ്ങളിൽ പോലും കമാൻഡോകൾക്ക് മിന്നൽ ആക്രമണം നടത്താനും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും സഹായിച്ചു. ഒരു ഭീകര പ്രസ്ഥാനം നിലനിൽക്കുന്നത് ആയുധം കൊണ്ടല്ല, പണം കൊണ്ടാണ്. നക്സലൈറ്റുകൾ റോഡ് കരാറുകളിൽ നിന്നും ഖനന കമ്പനികളിൽ നിന്നും വർഷം തോറും കോടിക്കണക്കിന് രൂപ ലേവിയായി പിടിച്ചെടുത്തിരുന്ന പണമൊഴുക്ക് തടയാൻ അമിത്ഷാ NIAക്ക് കർശന നിർദ്ദേശം നൽകി. നക്സൽ ഫണ്ടിംഗ് അന്വേഷിക്കാൻ NIAയിൽ പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചു. 112ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 97 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു. പിന്നെ EDയുടെ നടപടികൾ നോക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നക്സൽ നേതാക്കളുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടെത്തി കണ്ടുകെട്ടി. ഇതോടെ പണത്തിന് വേണ്ടി നക്സലൈറ്റുകൾ ബുദ്ധിമുട്ടാനും തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ നഗരങ്ങളിൽ ഇരുന്ന് നക്സലിസത്തിന് ഭൗതിക പിന്തുണ നൽകിയിരുന്ന വൈറ്റ് കോളർ നക്സലുകളെ സർക്കാർ തിരിച്ചറിഞ്ഞു, അഥവാ അർബൻ നക്സൽ. അവരുടെ വിദേശ ഫണ്ടിങ്ങും വ്യാജ പ്രചാരണങ്ങളും തടഞ്ഞത് നക്സലൈറ്റുകളെ മാനസികമായി തളർത്തിക്കളഞ്ഞു. നക്സലൈറ്റുകൾ തോക്കുകൾ കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തിയപ്പോ സർക്കാർ വികസനം കൊണ്ട് അവരുടെ ഹൃദയം കീഴടക്കി. 2014 മുതൽ 26 വരെ 12,144 കിലോമീറ്റർ റോഡുകളാണ് നക്സൽ ബാധിത മേഖലകളിൽ മുഴുവനായി നിർമ്മിച്ചത്. 20,557 കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. റോഡുകൾ വന്നതോടെ സൈന്യത്തിന് വേഗത്തിൽ സഞ്ചരിക്കാനും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാനും സാധിച്ചു. പിന്നെ 5000-ലധികം മൊബൈൽ ടവറുകളും നിർമ്മിച്ചു. 4G സാങ്കേതിക വിദ്യ ആദിവാസി ഗ്രാമങ്ങളിൽ എത്തിയതോടെ സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കാൻ തുടങ്ങി. നക്സലൈറ്റുകളുടെ കള്ളങ്ങൾ സോഷ്യൽ മീഡിയ വഴി പൊളിക്കപ്പെട്ടു. 1804 ബാങ്ക് ശാഖകളും 1321 ATMകളും സ്ഥാപിച്ചു. സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതോടെ ഇടനിലക്കാരായിരുന്ന നക്സലൈറ്റുകൾക്ക് പണം തട്ടാൻ കഴിയാതെയായി. 48 ITIകളും 61 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളും സ്ഥാപിച്ചു. തോക്കേന്തിയ കൈകൾ ഇന്ന് കമ്പ്യൂട്ടറുകളും യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കാൻ പഠിക്കുന്നു. ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് 30 വർഷത്തിലേറെയായി നക്സലൈറ്റുകളുടെ അജയ്യമായ കോട്ടയായിരുന്നു. ഒരു പോലീസുകാരൻ പോലും അവിടെ കയറാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ 2022 ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യ ആ പ്രദേശം തിരിച്ചുപിടിച്ചു. ഇന്ന് അവിടെ CRPF ക്യാമ്പുകളല്ല, സ്കൂളുകളാണുള്ളത്. ഇതേപോലെ ചക്രബന്ധ, പാരാസ്നാഥ് തുടങ്ങിയ നോ ഗോ സോണുകൾ ഇന്ന് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. തെറ്റായ വഴിയിൽ പോയവർക്ക് തിരികെ വരാൻ സർക്കാർ ഒരു മികച്ച അവസരവും നൽകി. കീഴടങ്ങുന്ന നേതാക്കൾക്ക് 5 ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് 2.5 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. കൂടാതെ ജീവിതം കരയ്ക്കടുപ്പിക്കാൻ പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകി. 2026 മാത്രം 621 നക്സലൈറ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങി. ഛത്തീസ്ഗഡിൽ 2024 മുതൽ ഇതുവരെ 2714 പേർ മുഖ്യധാരയിലേക്ക് മടങ്ങി വന്നു. ബസ്തറിലും തെലങ്കാനയിലും 100 കണക്കിന് നക്സലൈറ്റുകൾ ഒന്നിച്ചു വന്ന ആയുധം കീഴ്വെച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാഴ്ചയായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെടേണ്ട ഒരു വിജയമാണിത്. നക്സലിസം എന്ന ആഭ്യന്തര ഭീകരതയെ ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കി കഴിഞ്ഞു. ഇത് സൈന്യത്തിന്റെ മാത്രം വിജയമല്ല, ഇത് കൃത്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും വികസനത്തോടെയുള്ള പ്രതിബദ്ധതയുടെയും വിജയമാണ്. അതിന് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പങ്ക് എത്ര വർണ്ണിച്ചാലും എത്രത്തോളം പറഞ്ഞാലും അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.